ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു ബോണ്ടായി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനാവശ്യമായത് ഫസ്റ്റ് വന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കഴുകി വെള്ളത്തിനകത്ത് കഴുകി എടുത്തത് ഒരു ഉരുളക്കിഴങ്ങുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ്. പിന്നെ നമുക്ക് വേണ്ടിയത് ക്യാരറ്റാണ്. ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. സവാള ചെറുതായിരുന്നു. സവാള, പിന്നെ 2 പച്ചമുളകും മല്ലിയില, കരിയാപ്പല, ഇത് ഇത്രയും. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടിയത് നമുക്ക് കടലമാവാണ്. ഞാൻ ഇതിന് ഒരു തവി കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ml വരുന്ന അളവാണിത്. ഞാൻ ഇതിന് മുൻപ് മെഷർമെൻറ്റ് കപ്പിനകത്തെടുത്ത് ഈ തവിക്കകത്തെടുത്ത കൊണ്ട് എനിക്കറിയാതെ കൊണ്ടാണ് ഒരു 250 ml അത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് പൊടികളാണ്. എരിവിനാവശ്യമായ മുളക് പൊടിയെ, ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്, അത് ഞാൻ 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഗരം മസാല, മഞ്ഞൾപ്പൊടി അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. സോഡാപ്പൊടി ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാതെ മിക്സ് ചെയ്യണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിപ്പം ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനും ഒക്കെ വെള്ളമായ വെള്ളം കൊണ്ട് നമ്മൾ ഇതിനിപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. നമുക്ക് ബോണ്ട ഷേപ്പിൽ വേണേൽ ബോണ്ട ഷേപ്പിലെടുക്കാം, വട ഷേപ്പിൽ വേണേൽ വട ഷേപ്പിലെടുക്കാം. പിന്നെ നമുക്കിതിന് മാവ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. കടലമാവാണ് നല്ലത്, വേറെ മാവ് ചേർക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ബോണ്ട മിശ്രിതം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചൂടായ എണ്ണയിലോട്ടിട്ട് കൊടുത്ത് നമുക്ക് ബോണ്ട വേണമെങ്കിൽ ബോണ്ട ഷേപ്പിലെടുക്കാം, നമുക്ക് വട വേണമെങ്കിൽ വട ഷേപ്പിലെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ വട അല്ലെങ്കിൽ ബോണ്ട അത് റെഡിയാക്കാം. നമുക്ക് ഇപ്പം നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്ന് പെറുക്കി അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ടാലും മതിയേ. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട് നല്ലപോലെ. നമ്മൾ ആദ്യമേ തന്നെ ഈ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ഓരോന്നോരോന്ന് പെട്ടെന്ന് നമുക്ക് പെറുക്കി കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് എങ്ങനെ വേണോ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. എന്താ ഇപ്പം ഞാൻ വടയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അത് തന്നെ ബോണ്ടായും ഉണ്ടാക്കാം. ബോണ്ട എന്തോ ഉരുട്ടി അങ്ങോട്ട് ഇട്ടാൽ മതി. ഒത്തിരി അങ്ങ് നമ്മൾ പിന്നെ കട്ടിക്ക് കൊടുത്താൽ അത് വേകാൻ പാടാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തത് നമുക്കൊരു സെറ്റ് ബോണ്ടായി ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി ഓൾറെഡി ഞാനിങ്ങനെ ഉരുണ്ട പിടിച്ചങ്ങ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ
നമ്മുടെ ബോണ്ട എല്ലാം ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. കണ്ടോ? വെജിറ്റബിൾ കൊണ്ടുള്ള വടയും ബോണ്ടായും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.